الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم اغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയും പേരിൽ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചവർ. ഇസ്ലാമിക സാഹോദര്യം എന്നുള്ളത് അതിമഹനീയമാണ്, മഹത്തരമാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും രക്തബന്ധത്തേക്കാൾ ആ ബന്ധം ശക്തമാകാറുണ്ട്. ആദർശ ബന്ധം എന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് സഹോദരനാണ്. വിശ്വാസികൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ പരസ്പര സഹോദരങ്ങളാണ്. ഈ ഇസ്ലാമിക സാഹോദര്യം എന്നുള്ളത് മഹത്തായൊരു ദൃഷ്ടാന്തം കൂടിയാണ്. എല്ലാ മനുഷ്യർക്കും മാതൃകയാക്കാവുന്ന, കണ്ടു മനസ്സിലാക്കാവുന്ന ഒരു സാഹോദര്യം. അതിൽ വർണ്ണവെറിയില്ല, ജാതീയതയില്ല, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ അരികുവൽക്കരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. അത് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു വ്യക്തി ആദരണീയനായി തീരുന്നത് അവൻ്റെ തഖ്വ മാനദണ്ഡമാക്കിയാണ്. തഖ്വ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ആദമാകുന്ന പുരുഷനും ഹവ്വ ആകുന്ന സ്ത്രീയിൽ നിന്നുമാണ് മനുഷ്യോൽപ്പത്തിയുടെ തുടക്കം. അതിൽ നിന്നാണ് മനുഷ്യരെ വ്യാപിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളെ വിവിധ ഗോത്രങ്ങളും ഖബായിലുകൾ, ശുഊബുകൾ, സമൂഹങ്ങളുമൊക്കെ ആക്കി തീർത്തത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാനാണ്. എന്നാൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളവൻ തഖ്വയുള്ളവനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കുന്നവനാണ്. അവൻ്റെ തൊഴിൽ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, തറവാട്, ഇതൊന്നും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരുന്നതല്ല, തഖ്വയുണ്ടെങ്കിലല്ലാതെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബയിൽ 37-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും നമ്മുടെ അടുക്കൽ സാമീപ്യം, സൃഷ്ടാവിൻ്റെ അടുപ്പമുണ്ടാക്കി തരുന്ന സംഗതികളല്ല ഇതൊന്നും. എന്നാൽ ഇല്ലാമൻ ആമന വ അമില സാലിഹൻ, ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്, ഫഉലൈക ലഹും ജസാഉദ്ദിഅഫി ബിമാ അമിലു, അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ പ്രതിഫലം അത് ഇരട്ടിപ്പിച്ച് അല്ലാഹു നൽകും. അവിടെ അവൻ്റെ വർണ്ണം നോക്കിയിട്ടില്ല, അവൻ്റെ സമ്പത്ത്, അവൻ്റെ തറവാട്, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടില്ല. മറിച്ച് ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഇരട്ടിപ്പിച്ചു നൽകുമെന്നാണ്. വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ, സ്വർഗീയ ഭവനങ്ങളിൽ, അറകളിൽ അവർ നിർഭയരായി നാളെ പരലോകത്ത് സന്തുഷ്ടരായി കഴിഞ്ഞുകൂടും എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇസ്ലാമിക സാഹോദര്യം നമ്മിൽ ഊട്ടിയുറപ്പിച്ചത്? ഇസ്ലാമിക ചരിത്രം നോക്കുമ്പോൾ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് അറബികളെ വിശ്വാസത്തിൻ്റെ ഈ ഒരു കണ്ണിയിൽ സഹോദരങ്ങളായി ഒത്തുചേർത്തത്. ഗോത്ര കലഹങ്ങൾ, യുദ്ധങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്നു. പരസ്പരം സഹകരണമില്ലാത്ത വൈരാഗ്യത്തിൽ കഴിയുന്ന ഗോത്രങ്ങൾ എത്രത്തോളം എന്നാൽ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത് ചില യുദ്ധങ്ങൾക്ക് കാരണം നിസ്സാര കാരണങ്ങളാണ്. ഒരു ഗോത്രത്തിലെ ഒട്ടകം മേഞ്ഞു നടന്ന് യാദൃശികമായി തൻ്റെ എതിർകക്ഷിയിലുള്ള ഗോത്രക്കാരുടെ ഒട്ടകവുമായി ഇണചേർന്നാൽ അതിൻ്റെ പേരിൽ തല്ലുണ്ടാക്കും, യുദ്ധം ചെയ്യും, മൃഗങ്ങളുടെ പേരിൽ. അത്രയ്ക്ക് ജാഹിലിയത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോഴും അവിടെയും ഔസ് ഖസ്റജ് എന്നീ രണ്ട് പ്രമുഖ അറബ് ഗോത്രങ്ങൾ, കലഹങ്ങൾ അവർക്കിടയിൽ നിന്നിരുന്നു. അവരെയും സഹോദരങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കോർത്തിണക്കി. വഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം കോർത്തിണക്കി എന്നാണ് വിശ്വാസത്തിൻ്റെ പേരിൽ. അത് പ്രവാചകർ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഭൗതിക വിഭവങ്ങളെ കാണിച്ചുകൊണ്ട് അവരെ ചേർത്തതല്ല, മറിച്ച് ഈമാൻ, ഈ ദീൻ, അതുകൊണ്ട് കിട്ടിയ ഭാഗ്യമാണ്. അവർ സഹോദരങ്ങളായി. ജാഹിലിയത്തിൻ്റെ എല്ലാ കക്ഷിത്വവും അതുപോലെ സമൂഹത്തെ പ്രത്യേകമായി വേർതിരിക്കുന്നതിൽ നിന്നും വിലക്കി, ശക്തമായി വിലക്കി. അൻസാർ, മുഹാജിർ രണ്ട് പദവികളാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി സ്വദേശം വെടിയേണ്ടി വന്ന സമ്പത്തും തങ്ങളുടെ ഭൂമിയുമൊക്കെ വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജ്റ പോയ ആളുകളെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, അവരെ സ്വീകരിച്ച് സ്വന്തം സമ്പത്തിൽ നിന്ന് പോലും ആദ്യം അനന്തര സ്വത്ത് പോലും കൊടുത്തിരുന്നു എന്നാണ്. ഒരു അൻസാരി മരിച്ചാൽ, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഒരു അൻസാരിയായി അഥവാ മക്കയിൽ നിന്ന് വന്ന തങ്ങളുടെ സഹോദരങ്ങൾ, ഇസ്ലാമിൻ്റെ പേരിൽ സാഹോദര്യം ഉറപ്പിച്ച ആളുകൾ, അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ, അൻസാരി മരിച്ചാൽ അവരുടെ സ്വത്ത് വകയിൽ നിന്നൊരു അനന്തര സ്വത്തെന്ന് പോലും ഒരു വിഹിതം കൊടുത്തിരുന്നു. പിന്നെ അത് ഇസ്ലാമിക നിയമം, കാരണം ഇസ്ലാം വളർന്നു വ്യാപിച്ചു, മുഹാജിറുകളുടെ ദാരിദ്ര്യമൊക്കെ മാറിയപ്പോൾ പിൽക്കാലത്ത് ആ നിയമം നീക്കം ചെയ്യപ്പെട്ടു. രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ അനന്തരാവകാശ നിയമങ്ങൾ പഠിപ്പിച്ചു. പറഞ്ഞു വന്നത് അങ്ങനെ പോലും സാഹോദര്യം അവരിൽ ഉണ്ടാക്കി. ആ അൻസാറുകൾ, മുഹാജിറുകൾ ഒരു പദവിയാണ്. അൻസാറുകൾ അവരുടെ സഹായികൾ, പ്രവാചകരുടെയും മുഹാജിറുകളുടെ സഹായികളായവർ, മദീന നിവാസികൾ. അവർക്കിടയിൽ സാഹോദര്യമുണ്ടാക്കി. ഈ സാഹോദര്യത്തിന് വിള്ളലുണ്ടാക്കുന്ന എല്ലാ കവാടങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചു. ഒരിക്കൽ ഒരു യാത്രയിൽ മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു രസത്തിന് അൻസാരിയായ ഒരാൾ തിരിഞ്ഞു നിന്ന് വെള്ളം എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് ചവിട്ടി. ഒരു തമാശയ്ക്ക് ചെയ്തതാണ്, പക്ഷേ അത് അൻസാരിക്ക് വല്ലാതെ കോപമുണ്ടായി. അദ്ദേഹം ദേഷ്യം പിടിച്ചു. തിരിഞ്ഞു നിന്നിട്ട് രണ്ടുപേരും യുദ്ധത്തിനൊരുങ്ങി, അടിയുണ്ടാക്കി. അപ്പോൾ അൻസാരി വിളിച്ചു, യാലൽ അൻസാർ, അൻസാരികളെ വരുന്നടാ, എല്ലാവരും വരുന്നടാ എന്ന് വിളിച്ചു, ഇന്ന് ശരിയാക്കണം. അപ്പോൾ മുഹാജിറും വിളിച്ചു, യാലൽ മുഹാജിരീൻ,
മുഹാജിറുകളെ നിങ്ങളും വരണടാ, ഇന്ന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അഥവാ തല്ലിൻ്റെ വക്കിലേക്കെത്തി. ഈ വിളി കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിർ അൻസാർ എന്നാണ് അവർ വിളിച്ചത്. നോക്കൂ, അൻസാർ മുഹാജിർ, ഈ രണ്ട് നാമങ്ങൾ അല്ലാഹു തആല പ്രശംസിച്ചതാണ് വിശുദ്ധ ഖുർആനിലൂടെ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വിശ്വാസത്തോടുകൂടി പ്രവാചകനെ പിന്തുടർന്ന് മുൻകടന്ന ആളുകൾ അൻസാറുകളും മുഹാജിറുകൾ. അള്ളാഹു മദ്ഹ് ചെയ്തതാണ് സൂറത്ത് തൗബയിലൂടെ. അൻസാർ മുഹാജിർ എന്ന് പറഞ്ഞു. ഈ രണ്ട് ആളുകൾ ജാഹിലിയത്തിൻ്റെ ഒരു വിളി വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു ദഅവൽ ജാഹിലിയ. എന്താണ് ജാഹിലിയത്തിൻ്റെ വിളി? എന്താണ് കാര്യം? ജാഹിലിയത്തിൻ്റെ വിളി എന്നാണ് പറഞ്ഞത്. ഇത് ഇസ്ലാമിൻ്റെ വിളിയല്ല. അവരെന്താണ് വിളിച്ചത്? മുഹാജിരീൻ അൻസാർ എന്നാണ് വിളിച്ചത്. മുഹാജിർ അൻസാർ എന്ന രണ്ട് പദങ്ങൾ അള്ളാഹു പ്രശംസിച്ചതാണ്. പക്ഷേ അത് വിളിച്ചത് വേറൊരു സന്ദർഭത്തിലാണ്. അത് ഇസ്ലാം അംഗീകരിച്ച തലത്തിലല്ല, മറിച്ച് ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക്, പരസ്പരം അവർക്കിടയിൽ സാഹോദര്യം അത് ഇല്ലാതാകുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ജാഹിലിയത്തിലെ വിളി എന്നാണ്. ജാഹിലിയത്തിലെ വിളി. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ. അപ്പോൾ ഇസ്ലാമിൽ സാഹോദര്യം എന്നുള്ളത് ആദർശത്തിൻ്റെ പേരിൽ ഉറപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അങ്ങനെ പഠിപ്പിച്ചു. ആലോചിച്ച്, നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരനും ആദർശ ബന്ധുവിനും കിട്ടാൻ ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ സമ്പൂർണ്ണമാകില്ല. നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. നന്മയിൽ മുന്നേറാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ ഞാനൊരു പടി മുന്നിൽ നിൽക്കണം, കൂടുതൽ അള്ളാഹുമായി അടുക്കണം, തെറ്റില്ല. പക്ഷേ ഒരു ഖൈർ, ഒരു നന്മ തൻ്റെ സഹോദരനും കിട്ടാൻ അത് ആഗ്രഹിക്കണം. തൻ്റെ സഹോദരനൊരു നിഅമത്ത് കണ്ടാൽ അവന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അനുഗ്രഹം നീങ്ങിപ്പോകാനല്ല, അതിൽ അസൂയ വയ്ക്കലല്ല. ഒരു മുസ്ലിമായൊരു സഹോദരനൊരു അനുഗ്രഹം കിട്ടിയാൽ അതിൽ സന്തോഷിക്കണം, അതിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതാണ് ഒരു സാഹോദര്യം. അല്ലാതെ അപരൻ്റെ മുസ്ലിമായൊരു സഹോദരൻ്റെ തന്നെ അവനിലുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ പേരിൽ ഒരിക്കലും അതൃപ്തിയോ വെറുപ്പോ ഒരു മുസ്ലിമിൻ്റെ മറ്റൊരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മുസ്ലിം ആരാണെന്ന് പഠിപ്പിച്ചു. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ യദിഹി വലിസാനിഹി. മറ്റുള്ള മുസ്ലിമീങ്ങൾ സഹോദരങ്ങൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ ഉപദ്രവിക്കാമെന്നല്ല, അങ്ങനെ അർത്ഥമല്ല. പക്ഷേ മുസ്ലിമിനൊരു ഹുർമത്ത് വേറെ ഉണ്ട്, ഒരു പവിത്രതയുണ്ട്. ആദർശത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞല്ലോ, അത് രക്തബന്ധത്തെക്കാൾ പവിത്രമാണ്. അത് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇത് ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും മാതൃകയാക്കാവുന്ന. ഇതിൽ ഇസ്ലാമിക സാഹോദര്യം എന്നുള്ളത് വർണ്ണവെറികളില്ലാത്ത, വർണ്ണവെറികൾ കന്യമായ സാഹോദര്യം, അതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇതര മതങ്ങളിലൊക്കെ നോക്കൂ, സങ്കല്പങ്ങൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ജാതീയതയൊക്കെ പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്നു, കടുത്ത ജാതീയത. ആ സങ്കല്പങ്ങളൊക്കെ വന്നത് തന്നെ ഇപ്പോൾ ഹൈന്ദവ ദർശനങ്ങളിൽ ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ ശിരസിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ക്ഷത്രിയൻ ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്ന്, വൈശ്യൻ തുടകളിൽ നിന്ന്, ശൂദ്രൻ കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ധർമ്മങ്ങളുണ്ട്. മതമേലാളർ ബ്രാഹ്മണരാണ്, യുദ്ധകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ക്ഷത്രിയരാണ്, മറ്റ് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് വൈശ്യരാണ്, പാദസേവ ചെയ്യേണ്ട അടിമകൾ ശൂദ്രരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടാക്കിയ മനുഷ്യനിർമ്മിതിയാണ്. പക്ഷേ ഇസ്ലാം എത്ര മഹത്തരമാണ്. ഒരാളുടെയും ജാതിയുടെയോ അവൻ്റെ വർണ്ണത്തിൻ്റെയോ തൊഴിലിൻ്റെയോ പേരിൽ സാഹോദര്യം മുറിക്കുന്നില്ല. ഒരു മുസ്ലിം മറ്റൊരാളെ തൊട്ടാൽ എന്നല്ല, ഒരു മുസ്ലിം മറ്റൊരു മതസ്ഥനെ തന്നെ തൊട്ടാൽ അവൻ്റെ ഉളു മുറിയുന്നില്ല. നമ്മൾ ഉളു എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു മുസ്ലിമിനെ ഹസ്തദാനം ചെയ്താൽ അവൻ ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും. കൈ കൊടുക്കുന്നവൻ, സലാം പറഞ്ഞു കൊടുക്കുന്നവൻ കോടീശ്വരനായിരിക്കും. പക്ഷേ ഉളു മുറിയുന്നില്ല. സാഹോദര്യമാണ്. പള്ളിയിൽ വന്നാൽ സൊഫിൽ ആദ്യം സ്ഥാനം പിടിക്കുന്നത് ആദ്യം വന്നവനാണ്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. പള്ളിയിൽ ഇമാം നേതൃത്വം വഹിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച ആളാണ്. അതിൻ്റെ പേരിൽ മുന്നിൽ നിൽക്കുന്നു. അവൻ്റെ ജാതി നോക്കിയിട്ടല്ല, അവൻ്റെ വർണ്ണം നോക്കിയിട്ടല്ല, അവൻ്റെ സമ്പത്ത് നോക്കിയിട്ടല്ല. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. സാഹോദര്യം എത്ര മഹത്തരമാണ് പ്രിയപ്പെട്ടവർ. ഇത് ലോകർക്ക് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിച്ചു അന്നാസു കുല്ലുഹും ബനു ആദം, മനുഷ്യരൊക്കെയും ആദമിൻ്റെ മക്കളാണ്. ആദമാകട്ടെ ആദമു ഖുലിഖ മിൻ തുറാബ്, ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൻ്റെ സവിശേഷത തന്നെ നമുക്ക് ഹദീസുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ എടുത്ത മണ്ണെങ്ങനെയെന്ന് അറിയും? ഭൂമിയുടെ മുഴുവൻ മണ്ണുകളിൽ നിന്നുമാണ്. ഭൂമിയുടെ മുഴുവൻ മണ്ണുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. അതിലൊരു പിടി മണ്ണാണ്. ആ ഭൂമിയിലെ മണ്ണ് ചുവന്നതുണ്ട്, കറുത്തതുണ്ട്, വെളുത്തതുണ്ട്, പരുക്കൻ മണ്ണുണ്ട്, വളരെ മൃദുലമുള്ള മണ്ണുണ്ട്. കൃഷിക്ക് പിന്നെ ഉപകാരപ്രദമായ ഫലപുഷ്ടിയുള്ള എന്ത് നട്ടാലും മുളയ്ക്കാൻ പാകത്തിലുള്ള നല്ല മണ്ണുകളുണ്ട്, എന്ത് നട്ടാലും മുളയ്ക്കാത്ത ഊശര മണ്ണുമുണ്ട്. ഇത് മനുഷ്യരുടെ സ്വഭാവത്തിലും വന്നു. മനുഷ്യരിൽ കഠിനരുണ്ട്, പരുക്കരുണ്ട്, മൃദുല സ്വഭാവികളുണ്ട്, ചുവന്നവരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്. ഫലഭൂയിഷ്ടി നൽകുന്ന, മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന നല്ല മനുഷ്യരുമുണ്ട്. വളരെ എന്ത് ചെയ്താലും ഒരു ഗുണമില്ലാത്ത ചില ആളുകളും മനുഷ്യരിലുണ്ട്. ഇത് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൻ്റെ അതേ ഗുണങ്ങൾ മനുഷ്യരുടെ സ്വഭാവത്തിലും ഒത്തിണങ്ങി. ഇതാണ് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട നമുക്കൊരു സാഹോദര്യം ഉണ്ട് ആദർശത്തിൻ്റെ പേരിൽ. അതൊരു പ്രത്യേക സാഹോദര്യമാണ്, ഒരു പ്രത്യേക ബന്ധമാണ്. അതുകൊണ്ട് പല വിഷയങ്ങളിലും നമ്മളൊരു മുസ്ലിമിന് ഹക്ക് പറയുന്നിടത്ത് ഇതരർക്കില്ലാത്ത ഒരു ഹക്ക് നമ്മൾ ഒരു വിശ്വാസിക്ക് കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പേരിൽ 2 ഷഹാദത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ സഹോദരനാണ്, ആദർശ ബന്ധുവാണ്. അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാ മതസ്ഥർക്കും അങ്ങനെ തന്നെയല്ലേ? അവരുടെ മതസ്ഥരും അവരുടെ ആദർശത്തിൻ്റെ ആളുകളും അവരോടുള്ളൊരു അനുഭാവം മറ്റുള്ളവരോടുണ്ടാകില്ല, സ്വാഭാവികമാണ്. മനുഷ്യൻ അങ്ങനെ കഴിയുള്ളൂ. അവൻ്റെ ആദർശവുമായി യോജിക്കുന്നവരോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകുന്നത് തീർച്ചയാണ്. ഒരു മാർക്സിസ്റ്റുകാരന് മാർക്സിസം അതിൽ വിശ്വസിക്കുന്ന ആളോടായിരിക്കും മറ്റു ദർശനങ്ങളെക്കാൾ കൂടുതൽ അയാൾക്ക് താല്പര്യം. ഒരു യുക്തിവാദിക്ക് ദൈവവിശ്വാസിയേക്കാൾ കൂടുതൽ അയാൾക്ക് അടുപ്പം യുക്തിവാദിയോടാണ്. ഒരു മുസ്ലിമിന് മുസ്ലിമിനോടാണ് പ്രിയം. അത് സ്വാഭാവികമാണ്, അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഒരു മുസ്ലിം ഈ വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം തന്നെ നീതി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചു. എല്ലാ മനുഷ്യരോടും ഏത് മതസ്ഥരോടും നീതിയും നല്ല സമീപനവും വെച്ച് പുലർത്താൻ നമ്മളെ പഠിപ്പിച്ചു. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചത് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതകാര്യങ്ങളിൽ നിങ്ങളോട് പോരടിക്കാത്ത ആളുകൾക്ക് അൻ തബറൂഹും വ തുഖ്സിതു ഇലൈഹിം, അവർക്ക് പുണ്യം ചെയ്യുന്നത്, അവരോട് നീതിയോടുകൂടി വർത്തിക്കുന്നത്, ഇതൊന്നും അല്ലാഹു തആല നമ്മളോട് വിലക്കിയിട്ടില്ല. ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ ഹക്ക് പറയുമ്പോൾ ബാധ്യതകൾ കൂടുതലാണ്, അവകാശങ്ങൾ കൂടുതലാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഒരു മുസ്ലിമിന് പവിത്രതയുണ്ട്. 2 ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മക്കാനത്ത് ഒരു സ്ഥാനമുണ്ട്. വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഒരു മുസ്ലിമിന് പണക്കാരന് പാവപ്പെട്ടവനെ വിവാഹം കഴിക്കാം. ഒരു സമൂഹത്തിൽ ഒരു ചെറിയ തൊഴിലെന്ന് തോന്നുന്ന ആൾക്ക്, കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളോ, സമൂഹത്തിൽ ഒരു ചെറിയ തൊഴിലാണ്. വിവാഹം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ തടസ്സമൊന്നുമില്ല, വിവാഹത്തിൻ്റെ സ്വീകാര്യതയ്ക്ക്. എന്നാൽ മറ്റു പല മതങ്ങളിലും അത് തടസ്സമാണ്, വിവാഹത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തന്നെ. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ തടസ്സമൊന്നുമില്ല. പക്ഷെ എന്നാൽ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെന്നുള്ളതൊക്കെ മനുഷ്യർക്ക് എടുക്കാവുന്ന സമീപനമാണ്. അത് ഇസ്ലാം അനുവാദം നൽകി. അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കഫാഅത്ത് എന്നാണ് പറയുക. കഫാഅത്ത് യോജിക്കുക, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവർ. എന്തെന്നറിയാം, സ്വാഭാവികമാണ് ചിലർക്ക് ചില സാമൂഹിക ചുറ്റുപാടിൽ വളർന്നവർക്ക് മറ്റൊരു സാമൂഹിക ചുറ്റുപാടിലുള്ള ആളുകളുമായി വിവാഹബന്ധം നടത്തുമ്പോൾ മാനസികമായി മനുഷ്യരാണ്. ചിലപ്പോൾ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയോടൊപ്പം വളരെ ഉന്നതമായ ഒരു സമ്പത്തും സൗഭാഗ്യവുമുള്ള ഒരു വീട്ടിലൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് അയക്കപ്പെട്ടാൽ തൻ്റെ ഭർത്താവിന് തൻ്റെ പിതാവ് നൽകിയതുപോലെയുള്ളതൊന്നും തരാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഭർത്താവിനോടൊരു ഈർഷ്യത ഉണ്ടാകും, സ്വാഭാവികമാണ്. എൻ്റെ ജീവിതം എനിക്ക് കഷ്ടപ്പാടായി പോയല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആരും നിർബന്ധിച്ചിട്ടില്ല ഇസ്ലാമിൽ. പണക്കാർ പാവപ്പെട്ടവർ വിവാഹം കഴിക്കണില്ല, അവർ നോക്കട്ടെ അവരുടേതായ നിലവാരത്തിൽ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൽ നിക്കാഹും മറ്റു കാര്യങ്ങൾ നടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൽ നാളെ നോക്കേണ്ടതില്ല, അവരുടെ ജാതി നോക്കേണ്ടതില്ല. ഇസ്ലാം പരസ്പര സംതൃപ്തിയുണ്ടോ, ഇസ്ലാമിക നിബന്ധനകൾ പാലിച്ചോ, അവർക്കിടയിൽ നിക്കാഹ് സാധുവാണ്. അതവൻ്റെ വർണ്ണവും ഈ പറഞ്ഞ സമ്പത്തും കുടുംബവും ഒന്നും പരിഗണിച്ചിട്ടില്ല എന്ന് സാരം.
പിന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനൊരു അനുവാദം അള്ളാഹുവിൻ്റെ ദീനിലുണ്ട് എന്നത് തന്നെയാണ് സഹോദരങ്ങൾ പറഞ്ഞു വെച്ചത്. ഇതാണ് ഈ സാഹോദര്യത്തെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ നിലനിർത്തണം, പരസ്പരം സ്നേഹത്തോടു കൂടി പെരുമാറണം, പരസ്പര ബഹുമാനം നമ്മളിൽ ഉണ്ടാകണം, പരസ്പര ബഹുമാനം, ആദരവ്, റെസ്പെക്റ്റ് ചെയ്യണം. ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത്, നിന്ദിക്കരുത്. അതൊരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മനസ്സുകളിൽ പരസ്പര സാഹോദര്യവും സ്നേഹവും ഉറപ്പിക്കുമാറാകട്ടെ. പരസ്പരം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളിൽ, വിട്ടുവീഴ്ച ചെയ്യുന്ന ക്ഷമാലുക്കളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആസന്നമാകാറായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ സ്നേഹവും നേടുക എന്നതാണ്. കുറഞ്ഞ ഈ ഒരു കാലയളവിൽ കൂടുതൽ നന്മകളുമായി നമ്മുടെ റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടണം. ദുനിയാവിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് എപ്പോൾ നമ്മിൽ നിന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഇതുവരെ കിട്ടിയതാണ് നമ്മുടേത്. ഇനി കിട്ടാനുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ്. കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ ജീവിച്ച നമ്മുടെ ആയുസ് നമ്മൾക്ക് കിട്ടി, അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് 20കാരൻ 50ഓ 60ഓ പ്രതീക്ഷിക്കുമ്പോൾ, 70ഓ പ്രതീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുപരി ആയുസ് പ്രതീക്ഷിക്കുമ്പോൾ അവൻ്റെ മുന്നിലുള്ളത് പ്രതീക്ഷയും ഒരു ആഗ്രഹവും മാത്രമാണ്. ഉറപ്പായ കാര്യം കഴിഞ്ഞു. കാരണം ഉറപ്പായത് ജീവിച്ചു കഴിഞ്ഞു. അതുപോലെ 30കാരനും. പിന്നെ പ്രായം കൂടുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് മരിപ്പിക്കാനല്ല, ജീവിപ്പിക്കാനാണ്. മരണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ ഈ ദുനിയാവിൽ വേർപെടുത്തുന്ന, രണ്ടും തമ്മിൽ, ശരീരം അതുപോലെ ആത്മാവ്, ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് മൗത്ത്. അതാണ് ദുനിയാവിൽ നടക്കുന്നത്. പിന്നെ അത് വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതാണ് മഹ്ശറിൽ ഉണ്ടാകുന്നത്. ജീർണിച്ച ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പുനർജീവിപ്പിക്കും. ശരീരം അത് കൊണ്ടുവരും പുറത്ത്. ഈ പിടിച്ചെടുത്ത ആത്മാവിനെ ആ ശരീരത്തിലേക്ക് നിക്ഷേപിക്കും. ഇതാണല്ലോ ഹശ്റിൽ നടക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിൽ നടക്കുന്നത്, നമുക്കെല്ലാം വന്നു ചേരേണ്ടത്. അപ്പോൾ കുറഞ്ഞ ഒരു കാലയളവ്. അപ്പോൾ മൗത്ത് എന്നുള്ളത് ഒരു സ്ഥിരതയുള്ളൊരു സംഗതിയല്ല. മൗത്ത് സംഭവിക്കും, പക്ഷേ മനുഷ്യൻ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മരിക്കാനല്ല, ഇനിയുള്ള പരലോകത്തേക്ക് ജീവിക്കാനാണ്. മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമുക്ക് അനന്തമായ അറ്റമില്ലാത്തൊരു ലോകം നമ്മെ കാത്തിരിക്കുന്നു. ഇത് മുസ്ലിങ്ങളായി ഞാനും നിങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. ദുനിയാവോടുകൂടി കഴിയും. നമ്മളെ മുഅ്മിനാക്കിയത്, മുസ്ലിം ആക്കിയത് ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങളിൽ ഒന്ന് അതാണല്ലോ. അള്ളാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്ന് അന്ത്യദിനത്തിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം, പ്രവാചകരിൽ, മലക്കുകളിൽ, വേദഗ്രന്ഥം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. പരലോകം വളരെ പ്രധാനമാണ്. ഒരു മുഅ്മിനെ നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതും പരലോക ചിന്തയാണ്. മരണാനന്തരം ഒരു ജീവിതം മുന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ നടപടികൾ, രക്ഷാശിക്ഷാ നടപടികൾ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. നമ്മുടെ ആയുസ്, നമ്മുടെ സമയം നമ്മൾ കൂടുതൽ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കണം. കൂടുതൽ അള്ളാഹുവിലുള്ള ഇബാദത്തുകൾ അത് ചെയ്യണം. നമ്മൾ മതവിജ്ഞാനം നേടണം. അറിഞ്ഞ കാര്യങ്ങൾ അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. ഈ നന്മ, തൗഹീദ്, പ്രത്യേകിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, ശരിയായ വിശ്വാസങ്ങൾ നമ്മൾ സമൂഹത്തിൽ എത്തിക്കണം. അജ്ഞതകൾ നമ്മുടെ ഉമ്മത്തിൽ തന്നെ ധാരാളം വ്യാപിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ആളുകളെ ഉത്ബോധിപ്പിക്കണം. അതൊക്കെ നമ്മുടെ ഒരു ദൗത്യമായി നമ്മൾ തിരഞ്ഞെടുക്കുക. നന്മയുടെ ദഅവ സംരംഭങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം. ഈ ദീന്, മതപ്രബോധനം എന്നുള്ളത് സാമൂഹികമായൊരു ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും, ഒരു നല്ല അറിവിൻ്റെ സദസ്സുണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുക.
നമ്മുടെ ഒഴിവ് സമയങ്ങൾ പരമാവധി നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക. എത്ര സമയമാണ് നമ്മൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു പേജ് 2 പേജ് ഓതാൻ നമ്മൾ സമയം മാറ്റിവെക്കണം. നമ്മുടെ പരലോകത്തെ ശാശ്വതമായ ജീവിതത്തിനാണ്. ഇതൊക്കെ നമുക്ക് സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിവേഗം കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലതും ചെയ്യണമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ട് പെൻഡിങ്ങിലാണ്, ചെയ്യാൻ നമുക്ക് കഴിയണില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മതകാര്യങ്ങൾക്കൊരു നിഷ്ഠയുണ്ടാക്കി കൃത്യം നിത്യേന ചെയ്യേണ്ട ഒരു ജീവിതചര്യ, ഒരു ഷെഡ്യൂൾ നമുക്കുണ്ടാകണം. രാവിലെ ഖുർആൻ ഓതണം, ദിക്റെടുക്കണം, ദഅ്വാ സംരംഭങ്ങളിൽ ക്ലാസ്. അത് നമ്മുടെ സമയത്തെ മുഴുവനായി നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം മതകാര്യങ്ങൾ മുടങ്ങാതെ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ റജബിനും റമദാനിനും ഇടയിൽ അശ്രദ്ധമാകുന്നൊരു മാസം. നന്മകൾ വർദ്ധിപ്പിക്കുക. റമദാനാണ് മുന്നിലുള്ളത്. നമുക്ക് നന്മകൾ ഘട്ടം ഘട്ടമായി സലഫുകൾ കണ്ടത് അങ്ങനെയാണ്. ശഅബാൻ എത്തിക്കഴിഞ്ഞാൽ അവർ നന്മകൾ ഒന്ന് വർദ്ധിപ്പിക്കുക. എന്തിനെന്നറിയോ? റമദാനിൽ കൂടുതലായി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒറ്റയടിക്ക് റമദാനാകുമ്പോൾ, ശഅബാൻ കഴിഞ്ഞു റമദാനായി എന്ന് കാണുമ്പോൾ പെട്ടെന്ന് മുസഹഫ് തുറന്ന് ഒരു 2 ജുസ് ഖുർആൻ ഇങ്ങനെ ഓതിക്കളയാം, അല്ലെങ്കിൽ പിന്നെ നോമ്പ് തറാവീഹ് ഒക്കെ നിസ്കരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപേക്ഷ വരുത്തിയ അമലുകൾ റമദാനിൽ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അത് അധിക ദിവസം മുന്നോട്ട് പോകില്ല. അതേസമയം ശഅബാനെ ഒരു അവസരമാക്കിയെടുത്ത് സലഫുകൾ അങ്ങനെയാണ് ചെയ്തത്. ശഅബാൻ ആകുമ്പോൾ അവർ ചെയ്തു വന്നിരുന്ന അമലുകളിൽ നിന്ന് ഒരല്പം കൂട്ടും. അങ്ങനെ ഘട്ടം ഘട്ടമായി സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് ഓതിയിരുന്നതിൽ നിന്ന് ഒരല്പം കൂടി കൂട്ടി വരുമ്പോൾ മനുഷ്യനൊന്ന് തയ്യാറെടുക്കും. അപ്പോൾ റമദാൻ ആകുമ്പോൾ ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരലോകത്തിന് വേണ്ടി അമലെടുക്കാൻ കഴിയും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ തെറ്റായ ബിദ്അത്തുകൾ ശഅബാനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ബറാഅത്ത് എന്ന് പറഞ്ഞൊരു നോമ്പ് ശഅബാനിൽ കഴിഞ്ഞ ഖുതുബകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പിന് എടുത്തിട്ടുള്ളൊരു മാസമാണ്. സുന്നത്ത് നോമ്പുകൾ നമ്മൾ കഴിയുമെങ്കിൽ തിങ്കൾ വ്യാഴം നോമ്പുകൾ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പുകൾ, ഇതൊക്കെ എടുക്കണം. പക്ഷേ എന്നാൽ ബറാഅത്ത് എന്നൊരു പ്രത്യേക പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുർആനിലോ തിരുസുന്നത്തിലോ പഠിപ്പിക്കപ്പെടാത്ത ഒരു ആരാധന നമ്മുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ പാടില്ല. അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിലാണ് എണ്ണുക. അതിന് കൂലി കിട്ടില്ല, കുറ്റം കിട്ടും. ഇത് മുമ്പും പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണെങ്കിലും ചില സഹോദരങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ ഒരു നോമ്പ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അത് നമുക്ക് വേണ്ട മറ്റു സുന്നത്തുകൾ നമ്മൾ എടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഒത്തുചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ഏകുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم.